I hope you will forget. Please do me a favor, erase the things I said. Pull me a little closer, take away the pain. Remind me I got everything to lose. I'm better with you. 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 I'm better lying by your bedside, you feel so far away. Guess my cord is full now. Go ahead, make a mistake. You say that you're sorry, and I'll say it's okay. 'Cause I know I got everything to lose. I'm better with you. I'm better with you. You say that you're sorry, and I'll say it's okay. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഹന്നാന്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിൽ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണ് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രവർത്തിച്ച സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി അമലിനെയും റാണിയെയും സ്വാഗതം ചെയ്യാം. പ്രത്യേകിച്ച് റാണിയെ കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പ്രധാന ഇടവക സമൂഹത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് നിങ്ങളുടെ അമലിൻ്റെയും റാണിയുടെയും കുടുംബജീവിതം അനുഗ്രഹദായകമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് കാർമ്മികമായി ബഹുമാനപ്പെട്ട ജോർജച്ചനാണ്. അച്ഛന് ഇടുക്കിയിലൂടെയാണ് എല്ലാ ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഈ ശുശ്രൂഷയിലെ വെച്ച് വിവാഹമാസ്വദിക്കാൻ എല്ലാ ശുശ്രൂഷകളുമായി സ്വാഗതം ചെയ്യുന്നു. അതോടുകൂടി എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ കാര്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഖ്യാപനങ്ങളും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന്
അവർ
മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുകൾ പോലെയുമായിരിക്കും. ഞങ്ങളുടെ വാക്കിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ സ്നേഹം പോലെ തന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നുകൊണ്ട് നല്ലതന്നെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഞാൻ നിൽക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് ലക്ഷ്യ മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സമാധാനം നമ്മോടുകൂടി. സത്യമായും നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിങ്ങൾക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം. അങ്ങയുടെ ജീവനായും വിവേകമായ കൽപ്പനകളും മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മാശരീരങ്ങൾ ഉപകരിക്കുന്നു. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ കൺമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് പ്രതിജ്ഞാർപ്പിക്കുവിൻ. ക്രിസ്തുവിന്റെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർ വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർ വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി പിതാവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിനെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിപ്പിക്കുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യപ്പെടുത്തേനും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ കൊണ്ട് തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
പരിശുദ്ധാത്മാവിന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധനായ യോഹന്നാനറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലൊരു വിവാഹത്തിന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു നിന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ന് എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയിൽ 50 നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുവരുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് പ്രവർത്തിച്ച് അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്ക് അയച്ചത് ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മക്കളെ, ആളുകളെ അമലിൽ പ്രാണിക്കും. നിങ്ങളിന്ന് ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും അമലിന്റെയും റാണിയുടെയും ജീവിതം ഈ സംഗീതത്തിന് അപ്പുറമുള്ള ഒരു സംഗീതമായിട്ട് മാറണം. ഈ സംഗീതത്തിന് അപ്പുറമുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് എത്രമാത്രം മാധുര്യമുണ്ടോ അതിലും മാധുര്യം നിറഞ്ഞതായിരിക്കണം അമലും റാണിയും കൂടുന്ന ജീവിതം. ഇത് അമലിനും റാണിക്കും മാത്രമല്ല, ഇവിടെ വിവാഹിതരായിട്ടുള്ള എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരം കൂടിയാണ്. നിങ്ങളുടെയൊക്കെ ഈ കുടുംബജീവിതവും സംഗീതത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സംഗീതമാണോ നിങ്ങളുടെ കുടുംബജീവിതം എന്നാണ്. തങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങളില്, നൊമ്പരങ്ങളില്, വേദനകളില് പരസ്പരം അടുത്ത് അറിയുവാനും അതിനെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, റാണിക്കൊരു നൊമ്പരമുണ്ടാകുമ്പോൾ അമല് തന്റെ സാമീപ്യം കൊണ്ട് ആ വേദനയെ മറികടക്കുവാനായിട്ട് റാണിയെയും, അമലൊരു വേദന ഉണ്ടാകുമ്പോൾ അതിനെ സാമീപ്യം കൊണ്ട് മറികടക്കാനായിട്ട് റാണിയും ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മാറുന്നത്. ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് റാണി. റാണിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് അമല്. നമുക്കറിയാം, നമുക്ക് വളരെ മൂല്യമുള്ള സമ്മാനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ എത്രമാത്രം കരുതലോട് കൂടിയാണ് അതിനെ കാത്തു സൂക്ഷിക്കുന്നത്. അമൽ റാണിയെ തങ്ങളുടെ ജീവിതത്തെ തനിക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താവിനെയും തനിക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യയെയും വളരെ മൂല്യമുള്ള ഒരു സമ്മാനമായിക്കൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമായിട്ട് അല്ലെങ്കിൽ സ്നേഹമുള്ള കുടുംബമായിട്ട് തീരുന്നത്. വീണ്ടും സ്പർശനം. ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇന്ന് ലഭിക്കാതെ പോകുന്നത് ഈ സ്പർശനമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ ജോലികൾ ചെയ്യാറുണ്ട്. അത് പരസ്പര സഹകരണത്തോടും സഹായത്തോടും കൂടി ചെയ്യുമ്പോൾ അത് എത്രമാത്രം പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ അതിലൂടെ രണ്ടുപേർക്കും പരസ്പരം സഹായിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനുവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സന്ധ്യയും സമാധാനം നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തതിനും
നിത്യകിരീടം ഇവരെ അർപ്പണമാവുകയും ചെയ്യണമേ. അവരുടെ സ്നേഹത്തിലെ അവിടുത്തെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത നിങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹത്തിന് അവകാശിയാൽ പിന്തിരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യത പരികരണം ചെയ്തതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ കൃഷ്ണ ജീവിതസത്യം നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാടിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരായ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാസം യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ ഭാവന സമൃദ്ധമായി ചൊല്ലണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ റാണി എന്ന് വിളിക്കപ്പെടുന്ന മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റാണി എന്ന് വിളിക്കപ്പെടുന്ന മരിയ മിസ്സിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിക്കനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ അമൽ എന്ന് വിളിക്കപ്പെടുന്ന ജോർജിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അപരാധത്തിന്റെയും സമാധാനത്തിന്റെയും യാത്രത്തിന്റെയും ദൈവം നിങ്ങളോടുണ്ടായിരിക്കും. സ്നേഹത്തോടും മനസ്സിലാക്കിയതോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും അതുപോലെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ലഭ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷത്തോടെ സഹിക്കുവാൻ ഈ നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുതലായ ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനുശ്വാസത്താൽ മനുഷ്യാത്മാവിനെ ധന്യമായ കർത്താവേ, മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മാസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ബന്ധുമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിമാരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Namaste.
ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിനാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നത് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാകുകയും ചെയ്യട്ടെ. ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. യേശുവേ
നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളിൽ വിശുദ്ധവും പ്രീതികരവുമായ സത്യബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശകളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ആശീർവാദമാക്കുകയും നിങ്ങളുടെ ആശ്രയ പ്രദേശങ്ങൾ അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മഹോന്നതമായ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നിമിഷങ്ങളെ ആഘോഷമാക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വധുവരന്മാർ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's put our hands together and welcome our most beautiful bride Rani George and ever handsome groom Amal Joy onto the stage. മനോഹരമായ നൃത്തച്ചുവടുകളോടെ അമലിനെയും റാണിയെയും സ്റ്റേജിലേക്ക് ആനയിച്ച നമ്മുടെ കുഞ്ഞു അനുജത്തിമാർക്ക് ഒരായിരം നന്ദി. As per the Holy Bible in the book of Genesis we read, the Lord God said, "It's not good for man to be alone. I will make a helper suitable for him." ആദ്യം നമുക്ക് വധുവരന്മാരെ പരിചയപ്പെടാം. വരൻ അമൽ ജോയ് UiPath സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. വധു റാണി ജോർജ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. രണ്ടുപേരും വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. We all wish you dears a wonderful life together as you step into a dream come true moment. ഇനി നമുക്ക് അമലിന്റെയും റാണിയുടെയും ഫാമിലീസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. Let me invite our handsome groom Amal's family, his father Mr. Joy KG, his mother Mrs. Jessie Joy, his sisters Miss Anju Rani Joy, Mrs. Ashley Tony and brother-in-law Mr. Tony Thomas. നല്ലൊരു കൈയോടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. Our father Mr. George P. Matthew, mother Tessie George, Amala George and Angel George. നല്ലൊരു കൈയോടെ നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം.
couple. I would like to invite Rani and Amal to toast to a brand new life. രണ്ടുപേരും കൈകൾ ക്രോസ് ചെയ്ത് വരൂ. You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around one more time. I need you now. Ooh. Said that I'd be fine without you. It's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Ooh. Said that I'd be fine without you. Said that I'd be fine without you. Said that I'd be fine without you. Making sure you're safe and sound. How your voice sang the songs that made me wanna live forever. All packed up, headed out. I hate to say I need you now. Here I am, turn around one more time. I need you now. Ooh. Said that I'd be fine without you. It's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Ooh. Said that I'd be fine without you. 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 It's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Ooh. Said that I'd be fine without you.
മാഞ്ഞു പോം ചേലിഴും മഞ്ഞിൻ പളുങ്കിൽ മിന്നുന്ന സൂര്യനെ കൈവിരൽ തുമ്പിനാൽ ലാളിക്കുമോ മൽക്കുരുന്നിൽ നാളേറെയായി നീ തേടുന്ന ഭാവം പൊൻപീലി വീശി അഴകേഴോടെ തെളിഞ്ഞുവെന്നോ ആ ഭാവമെല്ലാം ആവേശമോടെ ഛായങ്ങളാൽ നീ എഴുതിയിടുന്നുവോ ഒരു മായ പോലുണർന്നുവോ മണിവാനിലേക്ക് ഉയർന്നു പാറിയോ നെഞ്ചിനുള്ളിൽ കോണിലെങ്ങോ മങ്ങി നിൽക്കും മൃദുവർണ്ണങ്ങൾക്കു വീണ്ടും നാളുതോറും ചന്തമേകി കുഞ്ഞു തുമ്പി കളിയോ ഞാലാടിടുമ്പോ തരണ വിരലാൽ നീ എഴുതിയൊരു രൂപം ഉയരണിയുവാനായി വഴി തേടുന്നരികെ ഒരു മായ പോലുണർന്നുവോ മണിവാനിലേക്ക് ഉയർന്നു പാറിയോ പൊൻവെയിൽ വീഴവേ മെല്ലവേ മാഞ്ഞു പോം ചേലഴും മഞ്ഞിൻ പടും